രണ്ട് വോയിസ് ആയിട്ടില്ല. അതായത് ഈ അജേഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾക്ക് സഹായം ചെയ്തിട്ടില്ലെന്നല്ല, എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും മിക്കവരും സഹായിച്ചിട്ടുണ്ട്. അമ്മ തന്നെ പറയുന്നുണ്ട് രേണുവായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം അവർക്ക് അറിയത്തില്ല. കാരണം സുധിയുമായിട്ടൊന്നും അത്ര കോണ്ടാക്ട്സോ അല്ലെങ്കിൽ രേണുവായിട്ട് അത്ര ബന്ധങ്ങളൊന്നും. വൈഫിന് മെൻ്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിന് സുധിയെ സത്യത്തിൽ സമൂഹത്തിന് മുമ്പിൽ പിന്നായിട്ട് കൊടുത്തിട്ട് അവർ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് സാജു നവോദയ പുള്ളിയുടെ ടീമിലോട്ട് തന്നെ ഇങ്ങനെ കോമഡി ഫെസ്റ്റിവൽ പ്രോഗ്രാമുണ്ട്, അതിലോട്ട് വന്നിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ സുധിയുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പം നിലവിൽ സുധിയുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണോ, അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് പറയണം. കാരണം അത് രേഷ്മയാണ് അതൊക്കെ പറയേണ്ടത്. കാരണം അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം പൈസ അതിനകത്ത് ഉണ്ട്, നിലവിലുണ്ട്. സുധി മരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും വേണ്ട, മരിച്ചതിന് ശേഷം എത്ര രൂപ അതിനകത്ത് വന്നു, എത്ര രൂപ അതിനകത്തു നിന്ന് പോയി, എത്ര രൂപ ഇപ്പം നിലവിലുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അത് കാണിക്കണം. കാരണം ഇവർ പല ഇൻ്റർവ്യൂസിനകത്ത് വന്ന് പറയുന്നുണ്ട് സുധിയുടെ അക്കൗണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സുധിയുടെ അക്കൗണ്ട് ഇവർ കാണിക്കുന്നില്ല. പകരം ഇവരെ അക്കൗണ്ടാണ് ഇവർ കാണിക്കുന്നത്. ഇവരെ അക്കൗണ്ട് കാണിച്ചിട്ട് ഇതിനകത്ത് ഇത്ര രൂപയുള്ളൂ, സീറോ ബാലൻസേ ഉള്ളൂ, അല്ലെങ്കിൽ 500 രൂപയുള്ളൂ എന്നൊക്കെ പല ഇൻ്റർവ്യൂസിന് മുമ്പിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ സുധിയുടെ ഒരു അക്കൗണ്ട് അവിടെ ഹെയ്ഡായിട്ട് കിടക്കുവാണ്. ആ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ പബ്ലിക്കിൽ കാണിച്ചിട്ടില്ല. ആ അക്കൗണ്ടിൽ എത്ര ഡീറ്റെയിൽസ്, എത്ര രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നൊന്നും ഒരു ഇൻ്റർവ്യൂസിന് മുമ്പിലും ഇവർ കാണിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ഇനി ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നിലവിൽ ഇപ്പം താജുദ്ദീൻ പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു വ്യക്തി ഓൺലൈൻ ചാനലിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പുള്ളി കാണിക്കുന്നുണ്ട് സുധിയുടെ അക്കൗണ്ടിൽ നൈം അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സുധി കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ട് സുധിയുടെ അക്കൗണ്ടിൽ സുധി മരിച്ചതിന് ശേഷം വന്നിട്ടുള്ള പൈസയുടെ ഫുൾ ഡീറ്റെയിൽസ് 1000, 2000, 5000 അങ്ങനെ പല തീയതികളിലായി പല ആൾക്കാരും അതിനകത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൽ ഒരുപാട് പൈസ വന്നിട്ടുണ്ടെന്നാണ് പുള്ളിയുടെ ആ ഒരു ഡീറ്റെയിൽസ്, ആ പുള്ളി കാണിച്ച ഒരു ഇതിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. രണാസുന തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സുധിയുടെ അക്കൗണ്ടിൽ 75,000 രൂപയെ വന്നിട്ടുള്ളായിരുന്നു, അത് കിച്ചുവിനൊരു ബൈക്ക് മേടിച്ചു കൊടുത്തെന്നും പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും നിലവിൽ അതിനകത്ത് പൈസ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ ഒരുപാട് പൈസകൾ വന്നിട്ടുണ്ടെന്ന് താജുദ്ദീൻ പത്തനംതിട്ട കാണിച്ച ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഫോണിൻ്റെ ആ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ സ്ക്രീൻഷോട്ടിൻ്റെ ഡീറ്റെയിൽസിൽ നിന്നൊക്കെ, അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇതിൽ നിന്ന് എത്ര രൂപ ഈ കൊല്ലം സുധിയുടെ അക്കൗണ്ടിൽ നിലവിൽ ഇപ്പോഴും പൈസകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ആ അക്കൗണ്ട് ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പം കാരണം ഇവർ പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട് കൊല്ലം സുധിയുടെ പേരിൽ ഒന്നുമില്ല, 1 രൂപ പോലും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇപ്പം സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ പഴയ ഒരു വോയിസ്, പണ്ട് സുധി കടം മേടിച്ചിട്ടുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത്, കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത്, കൊറോണ സമയത്ത്, അപ്പോൾ ആ സമയത്തൊക്കെ കടം കൊടുത്ത ആൾക്കാരെ 1-2 പേര് വോയിസുകളൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം കുത്തിപ്പൊക്കി ഇപ്പം വീണ്ടും വരുന്നുണ്ട്. ഇപ്പം അതാണിപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. അന്ന് ഈ രണാസുന സംസാരിക്കുന്നതും അത് സുധി സംസാരിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മിക്കവാറും ഒരു CBIയുടെ ഒരു അടുത്ത ഭാഗം വരെ ഇറക്കാൻ പറ്റുന്ന ഒരു കഥയിലോട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ വരണമെങ്കിൽ സുധിയുടെ പാസ്റ്റിലോട്ട് പോകണം. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രസൻറ്റിൽ നിന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ, രണാസുന പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം കള്ളമാണ് എന്നറിയണമെങ്കിൽ പാസ്റ്റിലോട്ട് കയറിപ്പോണം. അപ്പോൾ ഞാനൊന്ന് പാസ്റ്റിലോട്ട് പോകാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി മാരേജുമായിട്ട് ബന്ധപ്പെട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ലെന്ന് ഞാനൊരു വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഭൂരിപക്ഷം പേരും ആൾക്കാർ പറയുന്നത് അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാനും പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ല. ഓക്കെ, ഇനി സുധി മരിച്ചതിന് ശേഷം സുധിയുടെ അമ്മ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഇവരെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ
ഒരു 1-2 പോയിന്റ് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണിനെ അവരുടെ അച്ഛനും കൂടെ ഞാനും കൂടെ കൊണ്ടുവന്നത്. മൂത്ത വൈഫിനെ. അപ്പൊ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനായിട്ടാണ് ഞങ്ങൾ പോയി കൊണ്ടുവരുന്നത്. അവര് വാടാനപ്പള്ളിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് നല്ലത് അടിച്ചിറക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ രേണു അതുപോലെ തന്നെ അവര് പോയി രജിസ്റ്റർ ചെയ്തോ എന്തോന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരിവിടാ താമസിച്ചിരുന്നത്. കുഞ്ഞുമൊക്കെ ആയിട്ട് ഇവിടെ താമസിച്ചിരുന്നത്. ഇളയ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഞാനും എൻ്റെ മരുമോളും മക്കളും ഒക്കെ കൂടെ പോയി കണ്ട് അവരുടെ കൊല്ലം സുധിയുടെ അമ്മയുടെ ഇന്റർവ്യൂ ആണ്. കൊല്ലം സുധി മരിച്ചതിന് ശേഷം അനൂപ് ആക്ഷൻ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിൽ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയും സുധിയുടെ ആദ്യ വൈഫ് ശാലിനിയും താമസിച്ചിരുന്നത് വാടനപ്പള്ളിയിലെ വീട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. വാടനപ്പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു തീരദേശ പട്ടണമാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ കൊല്ലത്തൊരു വീട് നടന്നിട്ട് സുധി വീട് നടന്നിട്ട് എന്തിനായിരിക്കും അവിടെ പോയി താമസിച്ചത്, അവിടെ നിന്നിട്ടുള്ളത്? ഒരു കുഞ്ഞാവുന്നവരെ കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് കിച്ചു ജനിക്കുന്നത് വരെ എന്തിനായിരിക്കും അവിടെ നിന്നിട്ടുള്ളത്? അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇവർ ആ സമയത്തും ഈ സുധിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ രണ്ട് വീട്ടുകാരെയും, ഈ ശാലിനിയുടെ വീട്ടുകാരെയും കൊല്ലം സുധിയുടെ വീട്ടുകാരെയും തമ്മിൽ അത്ര അടുപ്പിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം വീട്ടുകാരെ സമ്മതത്തോടു കൂടിയല്ല നടന്നിട്ടുള്ളത്. സുധിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുപോയി അങ്ങനെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് മാത്രം ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് വീട്ടുകാരെ സമ്മതമില്ലാത്തതുകൊണ്ട് വീട്ടുകാർ തമ്മിൽ നല്ല ഒരു അറ്റാച്ച്മെൻറ്റ്, സുധിയും വീട്ടുകാരും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് കഴിഞ്ഞാൽ കുഞ്ഞായതിനു ശേഷമാണ് ഇവർ പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. അത് ഈ അമ്മ പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പം ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പം വീട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ അവരെ വിളിച്ചുകൊണ്ട് വരും. സന്തോഷമായിട്ട് ജീവിക്കാനേ പിന്നെ നോക്കൂ. അപ്പം ഇവിടെ ഇപ്പം ആദ്യം ഇവർ ശാലിനിയും സുധിയും ചിലപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്ത് കാണത്തില്ല. അവരെ ഒരു പരിചയപ്പെട്ടു, സ്നേഹിച്ചു, പിന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് കടന്നു. അപ്പോൾ അവിടെ ഒരു വീട്, വാടനപ്പള്ളിയിൽ ഒരു വീടെടുത്ത് താമസിച്ചു. പിന്നെ കിച്ചു ജനിച്ചതിന് ശേഷമായിരിക്കും ഇവർ മാരേജൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതും ലീഗലി മാരേജ് ചെയ്യുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും ഈ പറഞ്ഞിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ പലയിടത്തും നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ സമയത്ത് ഇവരുമായിട്ടുള്ള ശാലിനിയുമായിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് സുധി ശരിയാക്കി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ ലീഗലി മാരേജ് ആയിട്ടുണ്ട്. ആദ്യത്തെ ശാലിനിയുമായിട്ടുള്ള കല്യാണം നടന്നിട്ടുണ്ട് ലീഗലി. പക്ഷെ കല്യാണമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടുകാരും തമ്മിൽ ആർഭാടമായിട്ടൊന്നും കല്യാണം നടന്നിട്ടില്ല. ജസ്റ്റ് ഒരു കൈ പിടിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അങ്ങനെ ലീഗലി അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കാരണം കിച്ചു ജനിച്ചല്ലോ. കിച്ചു ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് മാരേജ് രജിസ്ട്രേഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ കൊല്ലത്തെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നു. പിന്നെ അവിടെയാണ് താമസിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഈ അമ്മ പറയുന്നില്ല. ഇപ്പം വീണയുടെ കാര്യമോ ഇപ്പം ഈ ശാലിനി മരിച്ചിട്ടുള്ള കാര്യമോ അപ്പം അതൊന്നും ഈ അമ്മ പറയുന്ന ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഇൻ്റർവ്യൂ ഫുള്ള് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിനകത്ത് പോയി, ഞാൻ പറഞ്ഞ ചാനലിനകത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് വേണ്ടപ്പെട്ട ഒരു പോയിന്റ് മാത്രം. ഇപ്പോൾ നമ്മൾ ഈ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ അതുമാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പാർട്ട് എടുത്ത് ഇവിടെ കാണിച്ചത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുധിയുടെ ലൈഫ്, കലാപരമായിട്ട് സുധി വിജയിച്ച ഒരാളാണ്. ഇപ്പം മിമിക്രി മേഖലകളിലായിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാമിലായിക്കോട്ടെ, ഇപ്പോൾ സ്റ്റാർ മാജിക് തന്നെ നമ്മൾ ഒരുപാട് എല്ലാവരെയും ചിരിപ്പിക്കുകയും ഒരുപാട് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കല. അപ്പം കലാപരമായിട്ട് ഈ ഒരു കലാകാരൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ വട്ടപൂജ്യം വെറും 0 ആയിരുന്നെന്ന് ഇപ്പം ഈ രേഷ്മ പി തങ്കച്ചൻ കാരണം ഇത് കൊല്ലം സുധി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മലയാളികളും എല്ലാം ഇപ്പം അറിയുന്നത് തന്നെ ഈ രേഷ്മ കാരണമാണ്. സുധിയുടെ ലൈഫ് വെറും വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കുന്നതും. കാരണം ഈ സുധി മരിക്കുന്നത് വരെ സുധിയുടെ ലൈഫ് ഒരു 0 ആണെന്ന് അയാൾ പോലും പബ്ലിക്കിൽ വന്ന് കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു രീതിയിലും അയാൾ സംസാരിച്ചിട്ടുമില്ല. അയാളെ ഇഷ്ടപ്പെട്ട് അയാളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും, അയാൾക്ക് ഒരുപാട് സുഹൃത്തുണ്ടെന്നാണ് അയാൾ പല ഇൻ്റർവ്യൂസിലും പറയുന്നത്. ഈ കലാപരമായിട്ട് നിൽക്കുന്ന മേഖലകളായിക്കോട്ടെ, അല്ലാതെ നിൽക്കുന്ന മേഖലകളായിക്കോട്ടെ, കൊല്ലം സുധി മരിച്ചതിന് ശേഷം അതിന് മുമ്പ് ഒരു സുഹൃത്തുക്കളും വന്നിട്ട് ഇയാളെ റിയൽ ലൈഫിനെ പറ്റിയിട്ടും റിയൽ ലൈഫ് ഇങ്ങനെയാണെന്നും സ്റ്റാർ മാജിക് വന്നിട്ടുള്ള സമയത്ത് പോലും നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പോലും ഒരാൾ പോലും സ്റ്റാർ മാജിക് വന്നിട്ട് പോലും ഈ ലൈഫിനെ പറ്റിയിട്ട് സംസാരിക്കുക. അപ്പോഴെല്ലാം
ഈ രേണുവിനെയാണ് ഇയാൾ ചേർത്ത് പിടിച്ചു വെച്ച് സംസാരിക്കുന്നതും. രേണുവാണ് എൻ്റെ വൈഫ്, ഇതിനു മുമ്പുള്ള വൈഫിനെ പറ്റിയിട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഇടയ്ക്കത്തുള്ള ആളെ പറ്റിയിട്ടോ ഒന്നും സംസാരിക്കുന്നില്ല. രേണുവിനെ മാത്രം പറ്റിയിട്ടാണ് മിക്ക ഉള്ളിടത്തും സംസാരിക്കുന്നത്. അപ്പം അത്രമാത്രം റിയൽ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു ഈ കൊല്ലം സുധി. ഇപ്പം ഈ കൊല്ലം സുധിയുടെ ഇപ്പം അസീസ്, കൊല്ലം സുധി പറയുന്നുണ്ട് പല ട്രൂപ്പിനകത്തും കളിക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞിനെ കിച്ചുവിനെ നോക്കിയിരുന്നത് അസീസാണെന്ന് പറയുന്നുണ്ട്. അപ്പം കൊല്ലം സുധിയുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നൊരു വ്യക്തി അസീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്രയും ഫ്രണ്ട് സർക്കിളിൽ നിന്നിട്ട് പോലും ഈ ഫ്രണ്ട്സ് ഒരാൾ പോലും കൊല്ലം സുധിക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് സംസാരിക്കുകയോ ഇന്നുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ രേഷ്മ കാരണം ഇന്ന് അത് ജനങ്ങൾ അയാളെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അയാൾ പ്രൈവസി ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ലൈഫ് വെളിയിലിട്ട് ചവച്ചരച്ച് ചവിട്ടി പിഴിഞ്ഞ് എടുക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഇതെടുത്ത് ചർച്ചയാക്കുന്നതും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതും വെളിയിൽ കൊണ്ടുവരുന്നതും. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവർ തന്നെ വരുത്തി വെച്ചതാണ്, അല്ലാതെ ഒരു യൂട്യൂബറും വരുത്തി വെച്ചതല്ല. ഇവർ തന്നെ സമൂഹത്തിന് മുമ്പിൽ കൊല്ലം സുധിയെ കൊണ്ട് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ സുധിയുടെ ലൈഫ് സുധി പോലും പറയാത്ത കുറേ കാര്യങ്ങൾ, സുധി പോലും ഒരിക്കലും വിചാരിച്ചു പോലും കാണാത്ത കുറേ കാര്യങ്ങൾ, ഇതൊക്കെ പുറം ലോകം അറിയുമെന്ന് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ഈ രേഷ്മ കൊണ്ട് വെളിയിലിട്ട് ജനങ്ങളെ ഇടയിൽ ചവിട്ടി മെതിക്കാൻ ഇട്ട് കൊടുത്തു. കൊല്ലം സുധിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് രേണുവുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം അവർക്ക് അറിയത്തില്ല. കാരണം സുധിയുമായിട്ടൊന്നും അത്ര കോണ്ടാക്ട്സോ അല്ലെങ്കിൽ രേണുവായിട്ടോ അത്ര ബന്ധങ്ങളൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധി ഇങ്ങനെ ഓടി നടന്ന് കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ കല്യാണം തന്നെ വീട്ടുകാർ തമ്മിൽ അത്ര യോജിപ്പില്ലാതെയാണ് കല്യാണം നടന്നത്. സുധി വിളിച്ചിറക്കിക്കൊണ്ട് വന്നതും അങ്ങനെയാണ് ആ കല്യാണം നടന്നിട്ടുള്ളതെന്നാണ് ഈ അമ്മയുടെ പറച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് അതൊരു ദേഷ്യമാവും, പിന്നെ എതിർപ്പാവും. അപ്പം അതുകൊണ്ട് മാത്രമാണ് സുധി രേണുവിൻ്റെ വീട്ടിൽ കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ മരിച്ചതിന് ശേഷം സുധി അടക്കിയതും കോട്ടയത്താണ്. കാരണം അങ്ങനെ ഇവരെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വേറൊരു സത്യം. അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അതും കൂടെ ഒന്ന് പുറത്തുനിന്ന് കൊണ്ടുവരണം. ഈ കൊല്ലം സുധിയാണെങ്കിൽ ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ ഈ രേഷ്മയെയും ഫാമിലിയൊക്കെ കൊണ്ടുവന്ന സമയത്ത് പോലും ആദ്യത്തെ വൈഫിനെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ വൈഫ് കിച്ചുവിനെ തന്നിട്ട് പോയി എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ രേണുവിലോട്ടാണ് വരുന്നത്. വീണയുടെ കാര്യം അവിടെ പറയുന്നത് എടുക്കുന്നത് ഒന്നുമില്ല. നേരെ രേണുവിലോട്ട് വന്നിട്ട് ദൈവമായിട്ടാണ് രേണുവിനെ കൊണ്ട് തന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ, ഭയങ്കര ഭാഗ്യമാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വീണയുടെ കാര്യങ്ങളൊന്നും ഈ സുധി പറയുന്നത് ചിലപ്പം പറയാൻ ആഗ്രഹിക്കാത്തത്. കാരണം ഇപ്പം അവർ വേറൊരു ലൈഫായിട്ട് ജീവിക്കുന്ന ആളാണ്. അവരെ കൂടെ പേര് വലിച്ചിടണ്ട, അല്ലെ സുധിയുടെ ഒരു റിയൽ ലൈഫ് സമൂഹത്തിൽ കൊണ്ട് ഇടണ്ട, പബ്ലിക്കിൽ കൊണ്ട് ഇടണ്ട, അത് ചർച്ചയാക്കാൻ ഇട്ട് കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് അത്രത്തോളം ഈ പറഞ്ഞിട്ടുള്ള കെയർ ആയിട്ട് അത്രത്തോളം ഇതായിട്ടാണ് സുധിയുടെ ഒരു ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരാളെ ലൈഫ് ഇപ്പം ഇത്രയും ഒരു മോശമാക്കി മരിച്ചു കഴിഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടിട്ട് കൊടുത്തത് ഈ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്, ഈ രണാസുനെ തന്നെയാണ്. മാത്രമല്ല ഇപ്പം കിച്ചു പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ കാണും ഈ സുധിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള, ഇപ്പം നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ കിച്ചു പോലും അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും സുധിയുടെ ലൈഫിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മക്കൾ പോലും അറിയരുതെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുപോലും ഈ രേഷ്മ കാരണം ഇപ്പം ഈ കിച്ചു ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചുവിൻ്റെയൊക്കെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം സ്വന്തം അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പം ജനങ്ങളെല്ലാം പല കമൻറ്റിലൂടെയും പറയുന്നുണ്ട് സുധി ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധി ഫ്രോഡായിരുന്നു, സുധി കോഴിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ ഒരു മകന് വരാനിടയാക്കിയത് ഈ ഒരാൾ കാരണമല്ലേ. അപ്പം ഇവരെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് എന്ത് വലിയ കുഴപ്പം, നിങ്ങൾക്ക് വേറെ വല്ല പണിയുണ്ടോ, എന്തിനാ അവരെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മളൊക്കെ കൊല്ലം സുധി ഇഷ്ടപ്പെട്ട ഒരു ആൾക്കാരെന്ന നിലയ്ക്കാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇവർ സമൂഹത്തിന് മുമ്പ് കൊണ്ട് കാണിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. സമൂഹത്തിന് മുമ്പിൽ സുധി എന്നൊരു കലാകാരനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കലാകാരനെ സത്യത്തിൽ അവിടെ ബലിയർപ്പിച്ചിട്ട് ഇവരിപ്പം മേലോട്ട് കയറി പോവാണ്. അതാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുധിക്ക് പോലും ഇല്ലാത്ത
ശ്രുതി അന്ന് ആ സമയത്ത് ഓടി നടന്ന് ഇത് പരിപാടി അവതരിപ്പിച്ചിട്ട് പോലും കിട്ടാത്ത പൈസയാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതിയെ നെഗറ്റീവ് ആക്കിയിട്ട് ഇപ്പോൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൈസ. സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു 1% സ്നേഹം ഉണ്ടെങ്കിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ശ്രുതിയെ സത്യത്തിൽ സമൂഹത്തിന് മുമ്പിൽ തിന്നായിട്ട് കൊടുത്തിട്ട് അവർ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ദഹിക്കാതെ നടക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണ, ശ്രുതിയുടെ 2ാം വൈഫ് വീണ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയും ഈ രേഷ്മയും തമ്മിലുള്ളൊരു അശ്ലീല ചാറ്റ് ഞാൻ കാണാൻ ഇടയുണ്ടായി. അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അതിന് മറുപടി കൊടുക്കുന്നത് വേറൊരു മറുപടി കൊടുക്കുന്ന രീതിയിൽ വേറൊരു ചാനലിനകത്ത് ഇൻ്റർവ്യൂവിൽ ഈ രേഷ്മ പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, ഞാൻ എൻ്റെ മോൻ്റെ അച്ഛനുമായിട്ടല്ലേ അശ്ലീല ചാറ്റ് ചെയ്തത്, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, അതെൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവർ ഈ രേഷ്മ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ചെയ്യുന്ന ആ ചാറ്റ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രുതി ലീഗലി വേറൊരാളെ ഹസ്ബൻഡായിരുന്നു, ശ്രുതിക്ക് വേറൊരു വൈഫ് ഉണ്ടായിരുന്നു. അതെന്താണ് ഇവർ ചിന്തിക്കാഞ്ഞത്? ഇവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുഞ്ഞില്ലല്ലോ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ, മറ്റവർ ഇട്ടിട്ട് പോയതിന് ശേഷമല്ലേ ഇവർക്ക് കുഞ്ഞാവുന്നതും. അപ്പോൾ ആ ഒരു സാധനം അത് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം വേറൊരാളെ ഒരു ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് അതെങ്ങനെ ഇവർക്ക് അവകാശം പറയാൻ പറ്റും? അപ്പം നോക്കണം അവരെ എത്രത്തോളം ഐക്യം ഉണ്ടെന്ന്. ഈ രേണുവുമായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ശ്രുതിയുടെ ലൈഫ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നതും. ശ്രുതി ഒരു കടക്കാരനോ മറ്റ് ഇങ്ങനെയുള്ള പൈസയ്ക്ക് ടൈറ്റ് ആവുന്ന സിറ്റുവേഷൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2019 ശ്രുതിയുടെ ഒരു ഇൻ്റർവ്യൂ, മീഡിയ 1 TV വന്നൊരു ഇൻ്റർവ്യൂ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ശ്രുതി പറയുന്ന കുറേ കാര്യങ്ങൾ ശ്രുതിയുടെ അപ്പോഴത്തെ നിലനിൽപ്പിനെ പറ്റിയിട്ട് എന്നുവെച്ചാൽ 2018 ശേഷം രേണു വന്നതിന് ശേഷമാണ് ശ്രുതിയുടെ ലൈഫ് കട്ടപ്പുകയിലോട്ട് പോകുന്നതെന്ന് തന്നെ ഇതിലൂടെ നമുക്ക് ഈ ഇൻ്റർവ്യൂയിലൂടെ തന്നെ മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് അതൊന്ന് നിങ്ങളത് കണ്ടു നോക്ക്. മാണിക്യത്തിൽ അഭിനയിച്ച ശ്രീജിത്ത്, അറിയാമോ? ശ്രീജിത്ത് പല്ലേരി. അവൻ ബെസ്റ്റ് പെർഫോമർ, ഞാൻ ബെസ്റ്റ് കൊമേഡിയൻ. അവിടെ നിന്ന് ഏഷ്യാനെറ്റിൽ വോഡോഫോൺ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നു. അതിലോട്ട് കയറി ലോഫ്റ്റർ കേരള എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ടീം വന്നു. അതിനിടയ്ക്ക് വെച്ച് കുറച്ച് ട്വിസ്റ്റ് വന്നു. ഞാനവിടെ നിന്ന് എനിക്കൊരു ലണ്ടൻ പ്രോഗ്രാം ജീവിതത്തിലാദ്യമായിട്ടാണ് ലണ്ടനിലൊക്കെ പോകാനായിട്ട് ആദ്യമായിട്ട് ചാൻസ് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് സാജു നവോദയ, പുള്ളിയുടെ ടീമിലോട്ട് തന്നെ ഇങ്ങനെ കോമഡി ഫെസ്റ്റിവൽ എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിലോട്ട് വന്നിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടില്ല. കണ്ടല്ലോ, ഇത് വീണയും ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. കാരണം വീണ ശ്രുതിയുടെ ലൈഫിൽ ഉള്ള സമയത്ത് ശ്രുതിക്ക് ഇങ്ങനെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണയുമായിട്ടുള്ള ബന്ധം നിർത്തി പിന്നെ രേണുവായിട്ടുള്ള ബന്ധത്തിലോട്ട് പോകുന്ന സമയത്താണ് പിന്നെ ശ്രുതിയെ കാണുന്ന സമയത്തെല്ലാം ഭയങ്കര ടെൻഷനും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെയൊക്കെ ഈ വീണയ്ക്കും പല സമയത്ത് തോന്നിയിട്ടുണ്ടെന്നും ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു വന്നതും തൊട്ട് ശ്രുതിയുടെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രമാത്രം പൈസയ്ക്ക് ഈ കിട്ടിയിരുന്ന പൈസ അല്ല. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ ശ്രുതിയുടെ ആ ടൈമിൽ 2019 കൊറോണയ്ക്ക് മുമ്പ് വരെയുള്ള ടൈമിൽ ഒരുപാട് പരിപാടികൾ, ഒരുപാട് സ്റ്റേജ് ഷോസും കാര്യങ്ങളും, ഒരുപാട് പ്രോഗ്രാമുകളും, അതുപോലെ വോഡാഫോൺ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സിനിമകൾ കിട്ടുന്നുണ്ടായിരുന്നു. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ 2010 to 2019 കാലഘട്ടം വരെ ഒരുമാതിരി നല്ല രീതിയിലായിരുന്നു ശ്രുതിയുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നത്. 2018 സ്റ്റാർട്ട് ചെയ്യുന്നതുകൂടി ശ്രുതിയുടെ ലൈഫ് അവിടെ മാറുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2021 കൊറോണ കഴിഞ്ഞൊരു ലോക്ക്ഡൗണൊക്കെ, കൊറോണയ്ക്ക് മുമ്പാന്ന് തോന്നുന്നു ഒരു വീഡിയോ വരുന്നുണ്ട് ശ്രുതിയുടെ. അതിനകത്ത് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, കൊറോണ കഴിഞ്ഞിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. കൊറോണ ഇടയ്ക്ക് ശ്രുതി കുറേ കടങ്ങളും കാര്യങ്ങളും മേടിക്കുന്നുണ്ട്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്. അപ്പം ആ കൊറോണ സമയമാകുമ്പോഴത്തേക്ക് പ്രോഗ്രാമുകളൊന്നും ഇല്ലല്ലോ. പ്രോഗ്രാം ഇല്ലെങ്കിൽ തന്നെ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസയ്ക്ക് എവിടെയാണ്? ഒരു മാസം ലോക്ക്ഡൗൺ ആയി അല്ലെങ്കിൽ 2 മാസം ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു കലാകാരൻ പട്ടിണിയായോ? അപ്പോൾ ഈ പൈസയൊക്കെ എവിടെ പോയി? അതാണ് മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്നത്. ശ്രുതിയെ ഇങ്ങനെ ആക്കിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ജനങ്ങൾക്കത് ഏകദേശം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലിപ്പം ഈ രേണു കാണിക്കുന്നുണ്ടല്ലോ, ഈ രണാസുനെ കാണിക്കും, ഓടിയിടുന്ന ഇൻ്റർവ്യൂ കൊടുക്കുന്നു, പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്നു, പറയുന്നു. അതുപോലെ ഫിറോസ് എന്നൊരു വ്യക്തി ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഫിറോസിൻ്റെ അടുത്ത് പറയുന്നു, എനിക്ക് പൈസ വേണം, പൈസ തന്നാൽ മാത്രമേ ഞാൻ പ്രൊമോഷൻ വീഡിയോ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസയോടുകൂടി എത്രമാത്രം ആർത്തി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ശ്രുതിയെ കടക്കാരനാക്കിയതും
അങ്ങനെ ആക്കിയത് രേണു തന്നെയാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കി കൂടെ. ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് 2019 ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് വളരെ ഹാപ്പി ആയിട്ടും വളരെ സന്തോഷത്തോടു കൂടിയും സുധിയുടെ ഉയർച്ചയെ പറ്റിയിട്ടും നിലവിലുള്ള പ്രോജക്റ്റുകളെ പറ്റിയിട്ടും ഒക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. ആ സമയത്ത് 2018 രേണുവായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ടൈമിലാണ്. അപ്പോൾ നോക്കിക്കോണം, അതുവരെ സുധിക്ക് കുഴപ്പമൊന്നുമില്ല, സുധിയുടെ ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രേണുവായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തു 2019-20 കഴിഞ്ഞു, കൊറോണയൊക്കെ കഴിഞ്ഞുള്ള ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ വോയിസുകൾ സുധിയുടെയും രേണുവിൻ്റെയും അതുപോലെ പൈസ കടം ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വോയിസുകളൊക്കെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വോയിസിൻ്റെ യഥാർത്ഥ വീഡിയോ അന്ന് ആ വോയിസ് പുറത്ത് വന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നൊരു മലയാളം പ്ലസ് TV എന്ന് പറഞ്ഞൊരു ചാനലിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരു 1-2 പാർട്ട് ഞാൻ ഇവിടെ കാണിക്കാം, മെയിനായിട്ടുള്ളൊരു പാട്ട്. അപ്പം നിങ്ങൾക്കത് ഫുള്ള് കാണണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചാനലിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഫുള്ള് കാണാൻ സാധിക്കും. അപ്പം ആ സമയത്ത് സുധി ഫുള്ള് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. കടക്കാരനായി, കാരണം അത്രയ്ക്കും പിടിച്ചിരിക്കാൻ പറ്റാത്തുള്ള ഒരു അവസ്ഥയിലാണ് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പടം മേടിച്ച ആൾക്കാർ പടം തിരിച്ചു ചോദിക്കുന്നു. അപ്പം ഒട്ടും സഹിക്കാൻ വയ്യാതെയാണ് പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഏകദേശം 1.5 വർഷമായിട്ട് ഈ കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ, ഗാനമേളക്കാരും നാടകക്കാരൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ മിമിക്രി കലാകാരന്മാരിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സഹായമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫാൻസ് ഗ്രൂപ്പുണ്ട്, കൊല്ലം സുധി ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്മിൻ അജീഷ് ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്, സ്വിറ്റ്സർലൻഡാണ് പുള്ളി. അപ്പോൾ പുള്ളി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഹെൽപ്പായിട്ടേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടല്ലോ, സുധി പറയുന്നുണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ട സുധിയെ 2019 ഇൻ്റർവ്യൂവിൽ കണ്ട സുധിയല്ല നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. 2021 ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന സുധിയല്ല ഇപ്പം കാണുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ലൈഫ് അത്രമാത്രം എന്തൊക്കെയോ സുധിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ നിഗൂഢതകൾ, എന്തൊക്കെയോ മാനസികമായിട്ട് പുള്ളി തകർന്ന്, പൈസയുടെ പേരിലായാലും മറ്റുള്ളതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളായാലും കൂടുതലും പൈസയാണ്. പുള്ളിയുടെ കയ്യിലുള്ള പൈസയൊക്കെ അനാവശ്യമായിട്ടൊക്കെ എങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട്, എന്തൊക്കെ രീതിയിലോ ചിലവഴിച്ചിട്ടുണ്ട്. എന്നിട്ടും പുള്ളി കടം മേടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സാധാരണ ഇപ്പം പുള്ളി പറയുന്നുള്ളൂ കൊറോണ ടൈം ആയതുകൊണ്ടാണ്. കൊറോണ ടൈം ആണെങ്കിൽ ആ സമയത്ത് ഇത്രയും തിളങ്ങി നിൽക്കാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. ബിനു അടിമാലി, അതുപോലെ തങ്കച്ചൻ വിതുര, അപ്പം അസീസ് നെടുമങ്ങാട്, ഇവർക്ക് ഇപ്പോഴാണൊന്ന് ക്ലിക്കായി വരുന്നത്. ആ സമയത്തൊക്കെ ഇവർ സുധിയെക്കാളും കുറച്ച് പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ഇവർ ഇങ്ങനെയുള്ള കലാകാരന്മാർ പോലും ആ സമയത്ത് പിടിച്ചു നിന്നു. സുധി മാത്രം പിടിച്ചു നിന്നില്ല. സെപ്പറേറ്റ് താമസിക്കുന്ന, വാടക വീട്ടിൽ താമസിക്കുന്ന സുധി മാത്രം ആ സമയത്ത് പിടിച്ചു നിന്നില്ല. എന്തു പറ്റി? സ്വന്തം ഒരു വീട് കടന്നിട്ടും, കൊല്ലത്തൊരു വീടുണ്ടായിരുന്നിട്ട് പോലും വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. അപ്പം സുധിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഈ രേഷ്മ വന്നതിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നിലവിൽ ഇപ്പം ഈ രേഷ്മ കാരണം സുധിയുടെ ലൈഫ് ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ടെങ്കിലും, സുധിയുടെ ലൈഫ് ഇപ്പം ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, സുധി എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷെ അവിടെ ഉള്ളൊരു സത്യം ഉണ്ടല്ലോ, മൂടി വെച്ചിട്ടുള്ളൊരു സത്യം കൂടെയാണ് ഇപ്പം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ സുധി പറയുന്നുണ്ട് കൊറോണ ആയതുകൊണ്ട് കടക്കാരനായെന്ന്. അത് കടക്കാരൻ എങ്ങനെ ആയെന്ന് കൂടി പറയണമായിരുന്നു. പക്ഷേ പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പില്ല, പുള്ളി മരണപ്പെട്ടു പോയി. പക്ഷെ അത് കണ്ടുപിടിക്കേണ്ടത് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഉത്തരവാദിത്വമാണ്. ഇപ്പം ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാനായാലും ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയത്തിൻ്റെ ഈ രണാസുനയുടെ ഈ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ പാസ്റ്റിലോട്ട് പോകണം. പാസ്റ്റിലോട്ട് പോയാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ വെളിയിലോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റിൽ നിന്ന് തുടങ്ങുന്നത്. പാസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പം രണാസുനെ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുന്ന വിഷയം വരെ ഞാൻ വരും. ഭയങ്കരമായിട്ട് ജനങ്ങൾ മൊത്തം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ സൂചിച്ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയേ, ഇതെന്താണ്, നിങ്ങൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റല്ലേ, നിങ്ങൾക്ക് എന്താണ് പറ്റിയേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. ഒന്നുമില്ല ഭായി, ഒന്നുമില്ല. ഇത് ഓരോ ആർട്ടിസ്റ്റുകൾക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അല്ലേ? കുടുംബപരമായിട്ടുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പേര് സഹായിച്ചു. അല്ലാതെ ആരുടെയൊന്നും, കുറച്ച് പേരുടെ അടുത്തൊക്കെ ഞാൻ കടം ചോദിച്ചിട്ടുണ്ട്, കുറച്ച് പേരുടെ ഹെൽപ്പ്
നിങ്ങൾ ഈ ശ്രുതി പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതൊക്കെ കാലം കാത്തു വയ്ക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പറയാം. കാരണം ശ്രുതി മരിക്കുന്നതിന് മുമ്പ് എടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ ഇൻ്റർവ്യൂ ഒക്കെ കൊണ്ടിട്ട് ഇതിൽ നിന്നൊക്കെ കുറേ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശ്രുതി പറയുന്നുണ്ട്, കുടുംബപരമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനൊരു കടക്കാരനാവാൻ കാരണമെന്ന് പറയുന്നുണ്ട്. ശ്രുതി ശാലിനിയുമായിട്ട് കല്യാണം കഴിക്കുന്ന സമയത്തും സെപ്പറേറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണയുമായിട്ട് കല്യാണം കഴിക്കുന്ന സമയത്തും സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിലോട്ട് വന്നപ്പോഴും രേണുവിൻ്റെ കുടുംബക്കാരുമായിട്ട് കോട്ടയത്ത് വേറൊരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ശ്രുതിയുടെ വീടുമായിട്ടൊന്നും ശ്രുതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്മെൻറ്റ് മറ്റുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല. ഇടയ്ക്കൊക്കെ വിളിക്കും പോകുന്നതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ പൈസ ശ്രുതി ഉണ്ടാക്കുന്ന ഈ പൈസകൾ മൊത്തം ചെലവഴിക്കുന്നത് ഈ രേണുവിൻ്റെ വീട്ടിലാണെന്നാണ് പറയണം. 2019 മുമ്പുള്ള ശ്രുതിയല്ല 2018 കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നൊരു ശ്രുതി. 2019 ശ്രുതിക്ക് നല്ല ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രുതി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നൊരു സമയമാണ്. അത് വീണയും പറയുന്നുണ്ട്. വീണയുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന സമയത്തൊന്നും ശ്രുതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രുതിക്ക് ഒരു കടം പോലും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ രേണുവുമായിട്ടുള്ള ബന്ധം തുടങ്ങി പിന്നെ പലയിടങ്ങളിലായി ശ്രുതിയെ വെച്ച് കാണുന്ന സമയത്ത് ശ്രുതിക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടെന്നുള്ളൊരു ഒരു നമ്മൾ കാഴ്ചയിൽ കാണുമ്പം തോന്നിക്കുമല്ലോ. ഡിപ്രഷനൊക്കെ അടിച്ച് ആകെ ഒരുമാതിരി നിൽക്കുന്ന ഒരു കോലം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഈ രേണു പല സമയത്തും ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂചിച്ചേട്ടാ, എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം ഈ രേണു വന്നതിന് ശേഷമാണ് ശ്രുതിയുടെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണമെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാക്കാം. അപ്പം ഈ ശ്രുതി ഈ പറയുന്ന പോലെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് ഉറപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുവിൻ്റെ കുടുംബവുമായിട്ട് ഉള്ള ഫിനാൻഷ്യൽ പരമായിട്ട് കുറേ കാര്യങ്ങൾ, അത് എന്താണ് എങ്ങനെയാണ് ഇത്രയും പൈസ ശ്രുതിക്ക് ലോസ്റ്റ് ആവുന്നതും ഇത്രയും കടക്കാരനാവുന്നതെന്നും അത് രേണുവിനെ അറിയൂ. രേണു വേണം അത് പറയാൻ. പിന്നെ ശ്രുതി തന്നെ പറയുന്നുണ്ട്, ശ്രുതിയുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേട്ടാ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, ഇത്രയും നാളും ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇത്ര കടവും കാര്യങ്ങളൊക്കെ ആയത്, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി തന്നെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള റൂട്ടിലോട്ട് പോയെന്നും എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ലെന്നും ശ്രുതി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കാരണം ഈ ഒരു കാലയളവിൽ ഈ രേണു വന്നതിന് ശേഷമുള്ള കാലയളവിൽ 2018 to 2021 വരെയുള്ള ഈ ചുരുക്കം 2 വർഷം കൊണ്ട് ശ്രുതിയുടെ ലൈഫിൽ എന്തൊക്കെയോ നിഗൂഢതകൾ സംഭവിച്ചിട്ടുണ്ട്. വോയിസേ ഉള്ളൂ, കട്ട് ചെയ്ത് ഇട്ടേക്കാണ്. 2 വോയിസ് ആയിട്ടില്ല. അതായത് ഈ അജേഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾക്ക് സഹായം ചെയ്തിട്ടില്ലെന്നല്ല, എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും മിക്കവരും സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഒന്നും പറയുന്നില്ല. അത് തിരിച്ചു കൊടുക്കുന്നവരും കൊടുത്തിട്ടുമുണ്ട്, ഇനിയും പൈസയൊക്കെ ആകുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ വോയിസ് ഓഫ് മലയാളം ഇട്ട ജെർണ എന്ന് പറയുന്ന അദ്ദേഹം പുള്ളി ഇട്ടപ്പോഴത്തേന് എൻ്റെ വോയിസ് ഇട്ട്, ഞാൻ പരിചയപ്പെടുന്ന വോയിസ്, അതായത് എനിക്ക് തോന്നുന്നത് അഖിൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിച്ചേട്ടൻ വാട്സപ്പിൽ ഹായ് അയച്ചു. അപ്പോൾ സുധിച്ചേട്ടൻ തിരിച്ച് എന്താ മക്കളെ ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടനെ ഞാൻ കുറച്ച് ക്യാഷ് തന്ന് സഹായിക്കാൻ അയച്ചു. അപ്പോൾ സുധിച്ചേട്ടൻ ഓർത്ത് ഇത്രയും ബുദ്ധിമുട്ടിയിരിക്കണം, നമ്മുടെ വീട്ടിൽ ചുരുക്കി പറഞ്ഞാൽ സത്യം പട്ടിണിയുടെ വക്കിലെത്തിയോണ്ടാണ് സുധിച്ചേട്ടൻ പറഞ്ഞാൽ ശരി എന്നാൽ സഹായിക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ നോക്കണം, നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ സഹായിക്കാമെന്ന് ഇങ്ങോട്ട് കയറി പറഞ്ഞാണ്. 2 ദിവസമായി 3 ദിവസം സഹായിക്കുക, ഇന്ന് ഞാൻ പൈസ ഇട്ട് തരാം ചേട്ടാ, എനിക്ക് തിരിച്ച് പൈസ വേണ്ട, ഇത് കടമൊന്നുമല്ല, ചേട്ടൻ്റെ ബുദ്ധിമുട്ട് കണ്ട് തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി സുധിച്ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തി. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും. കാരണം രേഷ്മയുടെ വോയിസ് ആണല്ലോ, രേഷ്മ പൈസ ചോദിക്കുന്നതും പിന്നെ പൈസ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് വേണ്ടാത്ത രീതിയിലുള്ള സംഭാഷണങ്ങൾ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസകൾ ശ്രുതിക്കല്ലായിരുന്നു ആവശ്യം, ഇതിന് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് രേണുവാണ്. അപ്പോൾ ഈ കാര്യം ഇപ്പോൾ രേണു ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ പൈസകളൊക്കെ രേണുവിന് വേണ്ടിയിട്ടാണ് ഈ ശ്രുതിയുടെ ഒരു ലേബൽ വെച്ചിട്ട് കടം മേടിച്ചതെന്നെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പം അതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറയാം. വൈഫിന് ഒരു മെൻ്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പം അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂല. അതിൻ്റെ ടാബ്ലറ്റ് അത്രയും പട്ടിണിയിൽ ഇരിക്കുന്ന
സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കടം മേടിച്ചിരുന്നത്. എങ്ങനെ പട്ടിണിയായി? 2 കൊല്ലം കൊണ്ട് എങ്ങനെ പട്ടിണിയാവും? കാരണം സുധി എന്നുള്ളൊരു കലാകാരനെ മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ്. 2019 വരെ സുധിയുടെ ലെവല് എവിടെ നിൽക്കുമായിരുന്നെന്ന് എല്ലാ മലയാളികൾക്കും, സുധിയെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സുധി 1 വർഷം കൊണ്ട് എങ്ങനെ ഇങ്ങനെ പോകണം, താഴോട്ട് പോകണം എന്നൊന്ന് അതും കൂടെ ഒന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ദഹിക്കത്തില്ല. ഈ കേൾക്കുന്നതൊന്നും അങ്ങനെ ദഹിക്കത്തില്ല. പിന്നെ ഇതിനകത്തിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ ഈ 2 വ്യക്തിക്കും അറിയാവുന്ന, ഇപ്പം രണസുനയ്ക്ക് ആയിക്കോട്ടെ സുധിക്ക് ആയിക്കോട്ടെ അറിയാവുന്ന എന്തൊക്കെയോ നിഗൂഢതകൾ. അതിപ്പം സുധിയില്ല, മരണപ്പെട്ടു പോയി. പക്ഷേ സുധിയുടെ പേരിൽ എന്തൊക്കെയോ ഇവർ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ പൈസകൾ മറിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് ഈ സുധി ഇത്രയും കടക്കാരനായെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കി. ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻ്റർവ്യൂ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഇപ്പം സത്യങ്ങൾ പുറത്ത് എന്തെങ്കിലും ഒരു കാലത്ത് സത്യങ്ങൾ തെളിയണം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സത്യങ്ങൾ കൂടെ മനസ്സിലാക്കണം എന്ന് ഒരു ഇത് വെച്ചിട്ടായിരിക്കും ചിലപ്പം ആ ഒരു ഇൻ്റർവ്യൂ അന്ന് എടുത്തതും അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായതും എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ സുധി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ രേണുവിന് ഡിപ്രഷൻ ആയിരുന്നെന്ന്. 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഡിപ്രഷൻ ആവുന്നെന്ന്. 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ഇത്ര ഡിപ്രഷൻ ആവുന്ന ഇവർ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണല്ലോ. പിന്നെ എന്തിനാണ് 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, 2ാമത്തെ കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതപ്പം ജനിക്കുന്ന സമയത്ത് ഡിപ്രഷൻ ആയെന്ന്. ഡിപ്രഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് മീഡിയയുടെ മുമ്പിൽ മറ്റേ ഇവരെ ഫോൺ വിളിച്ച് ഇതൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ അതിന് ഒന്ന് ന്യായീകരിക്കുന്ന രീതിയിൽ സുധി ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവം തന്നെയാണ് ഈ ഡിപ്രഷൻ. കാരണം ഡിപ്രഷനുള്ള ആളാണെങ്കിൽ ഒരു കാരണം വെച്ചാലും ഇപ്പം ഈ കോലങ്ങളൊന്നും കാട്ടിക്കൂട്ടത്തില്ല. ഡിപ്രഷനുള്ള ആളായിരുന്നെങ്കിൽ, സുധിയോട് അത്രയും സ്നേഹം, സുധിയുമായിട്ട് അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഒരു കോലവും കാട്ടിക്കൂട്ടത്തില്ല. പക്ഷേ അങ്ങനെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് എന്തോ ഈ രണാസുന വരുത്തി വെച്ച എന്തോ കുറേ കാര്യങ്ങളുണ്ട്. ഈ പൈസയുടെ പേരിലായാലും ഈ കടത്തിൻ്റെ പേരിലായാലും എന്തൊക്കെയോ ഈ രണാസുനയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഈ പൈസയുടെ പേരുമായിട്ട് പലരുമായിട്ട് എന്തൊക്കെയോ കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ വീണുപോയത് ഈ സുധി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഡിപ്രഷനിലായിരിക്കാം ചിലപ്പോൾ, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കള്ളം പറഞ്ഞു, ഡിപ്രഷൻ ഉണ്ടെന്ന് കള്ളം പറഞ്ഞു. അത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ഒന്നുകിൽ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഈ പൈസയുടെ പേരിൽ രേണു തന്നെ വരുത്തി വെച്ച കുറേ കടങ്ങളുടെ പേരിൽ അവർ തന്നെ ഡിപ്രഷൻ അടിച്ചു. കാരണം അല്ലെങ്കിൽ അവരല്ലല്ലോ ഡിപ്രഷൻ അടിക്കേണ്ടത്, കൊല്ലം സുധിയാണല്ലോ ഡിപ്രഷൻ അടിക്കേണ്ടത്. അപ്പം സത്യം പറഞ്ഞാൽ ഇവരെ മുമ്പിൽ കരുവായത് കൊല്ലം സുധി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നാറിയ കളിയും കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ മനസ്സിൽ നന്മയുള്ള ആൾക്കാരാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും തന്നെ പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കാനേ ശ്രമിക്കും. ഈ പറഞ്ഞിട്ടുള്ള അധ്വാനിച്ച് നല്ല രീതിയിൽ മറ്റുള്ളവരെ ഈ പറഞ്ഞിട്ടുള്ള മോഷ്ടിച്ചും കട്ടും കൊന്നും അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കത്തില്ല. പക്ഷെ ഇവിടെ ഈ രണാസുന കാണിക്കുന്നതെന്ന് വെച്ചാൽ സുധി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു. ആ മരിച്ച അയാളെ വീണ്ടും ഒന്നും കൂടെ കൊന്ന് പൈസ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇവർക്ക് പൈസയോടുള്ള ആർത്തി, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്ത. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർ വരുത്തി വെച്ച കുറേ കടങ്ങളുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം സുധി മരണപ്പെട്ടു പോയി. ഇപ്പം ഇവരെ മണ്ടയിലായി ആ കാര്യങ്ങളൊക്കെ. അപ്പം അതെങ്ങനെയെങ്കിലും നികത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോലങ്ങൾ കാണിച്ച് എന്തെങ്കിലും ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോലങ്ങൾ കെട്ടി ടി വിയുടെ മുമ്പിലും സോഷ്യൽ മീഡിയയുടെ മുമ്പിലും വന്നിട്ട് പൈസ ഉണ്ടാക്കി ആ പ്രശ്നം ക്ലോസ് ചെയ്യാനുള്ള, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള നാടകമാണ് കാണിക്കുന്നത്. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ബലമായിട്ടുള്ളൊരു സംശയം. പക്ഷെ അപ്പോഴും ഈ രണാസുന ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. എല്ലാ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിലായിക്കോട്ടെ മറ്റുള്ള ഇൻ്റർവ്യൂസിനായിക്കോട്ടെ വന്നിരുന്നിട്ട് സുധി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വാവൂട്ടനാണ്, എൻ്റെ വാവക്കൂട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ദൈവം തന്നെ വരദാനമാണ്, എനിക്ക് ദൈവം തന്ന നിധിയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2 വൈഫ് ശാലിനി ഉണ്ടായിട്ടും വീണ ഉണ്ടായിട്ട് പോലും ഇവർ 2ൻ്റെ പേര് പോലും ഒരു ഫ്ലോറിലും സുധി പറഞ്ഞിട്ടില്ല. പക്ഷേ രേണുവിൻ്റെ പേര് മാത്രമാണ് എല്ലാ ഫ്ലോറിലും പറഞ്ഞിട്ടുള്ളതും. അത്രമാത്രം രേണുവിനെ തലയിൽ എടുത്തു വെച്ച് നടന്നൊരു വ്യക്തിയായിരുന്നു സുധി. ആ സുധിയാണ് ഈ രേണു ഇപ്പം പബ്ലിക്കിന് തിന്നാൻ ഇട്ട് കൊടുക്കുന്നതും
സുധിയുടെ റിയൽ ലൈഫിലെ സംഭവങ്ങളും കാര്യങ്ങളും റിയൽ ലൈഫിലെ കാര്യങ്ങൾ വരെ സമൂഹത്തിന് തിന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതും ഈ രേണു തന്നെയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് സുധിയോട് ഇവർക്ക് യാതൊരു സ്നേഹമില്ല. സുധി കൊടുത്ത ഒരു 100% സ്നേഹത്തിൽ നിന്ന് 1% സ്നേഹമെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവരിങ്ങനെ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഇപ്പം ജീവിക്കാനാണെങ്കിൽ ഇവർക്ക് സുധി മരിച്ചതിന് ശേഷം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാർ മാജിക്കിൽ അനൂപ് ഒരു ജോലി ശരിയാക്കി കൊടുത്തായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഇവരെ ഇൻറ്റൻഷനൊന്നും അപ്പം അതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ സുധിയോടുള്ള സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ അതൊന്നുമല്ല. ഇവരെ ഉദ്ദേശം വേറെ എന്തൊക്കെയോ ആണ്. അതൊക്കെയാണ് ഇപ്പം നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്തങ്ങ് വിട്ടോ. അപ്പം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സീ യു ഗൈസ്.